ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീന് ഇപ്പോൾ വീഡിയോ കാണുന്ന ഈ ഓപ്ഷൻ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് ആക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഓട്ടോ റൊട്ടേറ്റ് മോഡ് ഉണ്ടായിരിക്കും. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ടിൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്ക്രീൻ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്ന ആ ഒരു മോഡ് ഉണ്ടായിരിക്കും. അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. കാരണം മറ്റൊന്നല്ല, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോമൊബൈൽ മേഖലയിൽ തുടക്കക്കാരായിട്ടുള്ള ടെക്നീഷ്യന്മാർക്കും ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുവിധപ്പെട്ട ബ്രാൻഡുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ എല്ലാം വയർ ഡയഗ്രാംസ് കിട്ടും. അതുപോലെ പുതിയ ടെക്നോളജികൾ, ഓട്ടോമൊബൈൽ രംഗത്ത് കടന്നു വരുന്ന പുതിയ ടെക്നോളജികളെ കുറിച്ചുള്ള ധാരാളം അറിവുകൾ അടങ്ങിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം പോലെ സെൽഫ് സ്റ്റഡി ആയിട്ടുള്ള PDF ഫയലുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറുങ്ങനെ രീതിയിൽ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ വായിച്ചെടുത്ത് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആശാമാരൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്കായിട്ട് വേറൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വീഡിയോ കണ്ടുകൊണ്ടും നമുക്കൊരു സിലബസ് പോലെ പഠിച്ചെടുക്കുന്ന തരത്തിൽ നമുക്ക് ഒരുവിധപ്പെട്ട ടെക്നോളജികൾ, ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ മേഖലയിലുള്ള ടെക്നോളജികളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം വയറിംഗ് ഡയഗ്രാംസ് സഹിതം ആനിമേഷൻ രൂപത്തിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ അതിലൂടെ കഴിയും. അപ്പോൾ പ്രത്യേകിച്ചും ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ലോക്കൽ വർക്ക്ഷോപ്പ് ഞാൻ ഉദ്ദേശിച്ച് മൾട്ടി ബ്രാൻഡഡ് വർക്ക്ഷോപ്പാണ്. ഞാനും ലോക്കൽ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ആപ്പിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗുണങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളെ ചങ്ങായിമാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം എല്ലാ വാഹനങ്ങളുടെയും വയറിംഗ് ഡയഗ്രാംസ്, എല്ലാ സിസ്റ്റത്തിൻ്റെയും എൻജിൻ കൺട്രോൾ സിസ്റ്റം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള മറ്റ് സിസ്റ്റങ്ങളായിക്കോട്ടെ, അതായത് പവർ വിൻഡോ, അതുപോലെ സൺറൂഫ്, ലൈറ്റിങ്, ഏതൊരു സിസ്റ്റം ആയിക്കോട്ടെ വാഹനത്തിലുള്ള, അത് ഒരുവിധപ്പെട്ട വാഹനങ്ങളുടെ എല്ലാം വയർ ഡയഗ്രാംസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് കിട്ടും. ബെൻസിൻ്റെ കണ്ടാ, ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ മറ്റേ വോൾസ് വാഗൻ്റെ ഇലക്ട്രോ മെക്കാനിക്കൽ പാർക്കിംഗ് ബ്രേക്ക് അത് നമ്മൾ ഓപ്പൺ ആക്കിയിരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇവാപ്പ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ളതാണ് വന്നിരുന്നത്. ഇപ്പോഴാണ് അത് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ നിങ്ങൾക്കും എനിക്കൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാൻ ശ്രമിക്കാൻ. വേറെ ഒന്നും ഉണ്ടല്ല. കണ്ടില്ല, ഈസിയുടെ പിന്നൊട്ടുകൾ ഇതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട മുകളിൽ നിങ്ങൾക്ക് ഓടിയും, അതിൻ്റെ തൊട്ട മുകളിൽ നിങ്ങൾക്ക് നമ്മുടെ സുസുക്കിയും, അതുപോലെ മേഴ്സിഡസ് ബെൻസ്, അതിൻ്റെ താഴെയായിട്ട് ടെസ്ല എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് BMW ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. BMW ഈ ആപ്ലിക്കേഷൻ ആയിട്ട് ഓപ്പൺ ആക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ടൊയോട്ട, ഫോർഡ്, ഹ്യുണ്ടായി, ഷെവർലെറ്റ്, കിയ, വോൾസ് വാഗൻ, ഓപ്പൽ, ഇഷ്ടം പോലെ വാഹനങ്ങളുടെ ബ്രാൻഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ ബ്രാൻഡുകളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് വാഹനങ്ങളുടെ വയറിംഗ് ഡയഗ്രാംസ് എടുക്കുക എന്നാണ്. കണ്ടാൽ നമ്മുടെ ടാറ്റ ഉണ്ട്, അതുപോലെ സാങ്യോങ് ഉണ്ട്. സാങ്യോങ്ങിനൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാറില്ല. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ടൊയോട്ടേൻ്റെ വെച്ചിട്ട് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ ടൊയോട്ടയുടെ ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് വയറിംഗ് ഡയഗ്രാം നിങ്ങൾക്ക് ആവശ്യം, ടൊയോട്ടയുടെ വണ്ടിയുടെ വയറിംഗ് ഡയഗ്രാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൊയോട്ടേനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടൊയോട്ട ഇറക്കിയ വാഹനങ്ങളുടെ ഒരുപാട് നിരകൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. വണ്ടിയുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഒരുപാട് വാഹനങ്ങൾ കണ്ട, നമ്മുടെ കൊറോള അൾട്ടീസൊക്കെ ഉണ്ട്. കൊറോണ പോകുമ്പോൾ എല്ലാവരും കുഴക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇത് കോളിസാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു പച്ച കളറിലുള്ള ഒരു വണ്ടി കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ അവർ വേറെ എന്തോ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അതിൽ വരും. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് ഫാൾട്ടുകൾ മുമ്പിലെടുത്തുനിന്ന് വരും. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഫാൾട്ടുകളൊക്കെ എന്താ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ ഇൻ്റർനെറ്റ് വേണം കേട്ടോ. ഡാറ്റ ഓൺ ചെയ്താലേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് കൊറോള അൾട്ടീസിൻ്റെ വയറിംഗ് ഡയഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, കൊറോള അൾട്ടീസ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ 1996 മുതൽ 2002, 2004 എല്ലാ വർഷത്തിലല്ല, ഏതൊക്കെ ഇയറിൽ ഇറങ്ങിയ വണ്ടികളാണോ അതെല്ലാം ഇതിലുണ്ട്. 2017 വരെ ഉള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2012 മോഡൽ കൊറോളനെ ക്ലിക്ക് ചെയ്യാണ്. കണ്ടില്ലേ, ബോഡി ഇലക്ട്രിക്കൽ, ബ്രേക്ക്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, എൻജിൻ, ഹീറ്റർ, എയർ കണ്ടീഷനിങ് സിസ്റ്റം,
അതിന് ഒരുപാട് സിസ്റ്റംസിൻ്റെ വയറിംഗ് ഡയഗ്രാംസ് ഇതിലുണ്ട്. ഇപ്പോൾ ബോഡി ഇലക്ട്രിക്കൽ നമ്മൾ സെലക്ട് ചെയ്യണം കണ്ട അതിൽ തന്നെ ഇഷ്ടംപോലെ ഇതുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാംസ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ക്ലിക്ക് ചെയ്യണം കണ്ട PDF ആണ്. ഈ PDF ഫോർമാറ്റുള്ള ഫയലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ വയറിംഗ് ഡയഗ്രാം നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു പരസ്യം വരും, ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് പരസ്യം വരും. ഇത് കണ്ടതിന് ശേഷം നമ്മൾ ക്ലോസ് അടിക്കുക. പിന്നെ ഈ മുകളിലൊക്കെ പരസ്യം അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇൻഡെക്സിൽ പോവുക, ബോഡി ഇലക്ട്രിക്കൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഫസ്റ്റത്തെ മെനുവിൽ എടുത്തും. പിന്നെ അതുപോലെ എഞ്ചിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചാർജിങ് സിസ്റ്റം ഉണ്ട്, കൂളിംഗ് ഫാനിന് സെപ്പറേറ്റ് ആയിട്ട് വയറിംഗ് ഡയഗ്രാം അവർ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ? TMC ഡീസൽ എടുത്ത് നോക്കുമ്പോൾ TMC കണ്ടില്ലേ വയറിംഗ് ഡയഗ്രാംസ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ സമയം പോകണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ടൊയോട്ട കൊറോള ആൾട്ടിസിൻ്റെ വയറിംഗ് ഡയഗ്രാം ഒന്ന് ഒരു ഡെമോ ആയിട്ട് കാണിച്ചു തന്നുള്ളൂ. ഇതേപോലെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള ഏറെക്കുറെ വാഹനങ്ങളുടെ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. മഹീന്ദ്ര, ടാറ്റ എല്ലാ വണ്ടികളും ഉണ്ട് അതിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇതിലുള്ള വയറിംഗ് ഡയഗ്രാംസും നമ്മളെ നാട്ടിലുള്ള വണ്ടിയുടെ വയറിംഗ് ഡയഗ്രാംസും സെയിം ആണെന്ന്. അതെനിക്ക് മുന്നേ ഉണ്ടായിരുന്ന സംശയമാണ്. ഞാനും ലോക്കൽ വർക്ക്ഷോപ്പിൽ വർക്ക് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറെക്കുറെ സെയിം ആണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഇതിലുള്ള വണ്ടികൾ നമ്മളെ നാട്ടിൽ ഇറങ്ങാത്ത ഒരുപാട് വണ്ടികളുണ്ട് ഇതിൽ. പക്ഷെ നമ്മൾ ഈ വയറിംഗ് ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മളെ യുക്തി പ്രയോഗിച്ചാണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മളതിൽ നോക്കിയാൽ കിട്ടും. ഈ സത്യം പറയാലോ, ഈ ഒരു ആപ്ലിക്കേഷനെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ മുന്നായിട്ട് ഓഡിയോ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് വയറിംഗ് ഡയഗ്രാംസ് എങ്ങനെ എടുക്കാമെന്നാണ്. പിന്നെ നമ്മൾക്ക് ഇതിൽ ഒരുപാട് ഗുണമുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും. അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാറുള്ള ആൾക്ക് ഇഷ്ടം പോലെ വിവരങ്ങൾ ന്യൂജൻ വാഹനങ്ങളുടെ ടെക്നോളജീസിനെ കുറിച്ച്, ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ ടെക്നോളജിനെ കുറിച്ച്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ടെക്നോളജീസിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ന്യൂജൻ ടെക്നോളജീസ് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ന്യൂജൻ ടെക്നോളജീസിനെ കുറിച്ചെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ധാരാളം വിവരം കിട്ടും. അതിന് ഇംഗ്ലീഷ് വായിക്കാൻ ഉള്ള ചെറിയൊരു ബേസിക് അറിവ് മാത്രം മതി. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തൊരു വിഷമിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഇതിൽ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ന്യൂജൻ ടെക്നോളജീസ്. അതിനുള്ള സെറ്റപ്പ് ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുകളിൽ ഒരു ബുക്കിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. ഒരു വട്ടത്തിൻ്റെ ഉള്ളിലൊരു പുസ്തകം അങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ മുകളിൽ കാണാൻ സാധിക്കും, അത് പരസ്യമാട്ടോ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കാനില്ല. റെഫറൻസ് ജനറൽ കാണാൻ സാധിക്കും. ഈ റെഫറൻസ് ജനറലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ OBD2 റെഫറൻസ് ഓൺബോർഡ് ഡയഗ്നോസിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് PDF ഉണ്ട്. ഇതൊക്കെ എടുത്ത് വായിക്കുക, കാര്യം മനസ്സിലാവും, നമുക്ക് സഹായകവും, നമ്മൾ അറിവ് വർദ്ധിക്കും. നമുക്ക് പിന്നെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴും തകരാറുകൾ പരിഹരിക്കാനൊക്കെ നമുക്ക് ഉപയോഗപ്പെടും. എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 99.9% ഉറപ്പിൽ നിങ്ങളോട് പറയുന്നത്. പിന്നീട് കണ്ട IART കോമൺ റെയിൽ സിസ്റ്റം, ഇതിൽ ടൊയോട്ടേൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. കണ്ട ഇത് വളരെ ഉപകാരപ്രദമാട്ടോ, സത്യം പറയാലോ. ഈ ഒരു PDF നമുക്ക് ഈ കോമൺ റെയിൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഏറെക്കുറെ കാര്യങ്ങൾ കണ്ടില്ല. എന്ത് രസമായിട്ടാണ് അവർ ഇതൊക്കെ. നിങ്ങൾ ഈ BTech അതുപോലെ പോളി IT പഠിക്കേണ്ട കാലത്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഉഴപ്പി നടന്നവർക്കും പിന്നീട് എന്താ പറയുക കാര്യങ്ങൾ ഉദിച്ചവർക്കൊക്കെ ഇത് രണ്ടാമതുള്ളൊരു വഴി കൂടിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത എൻ്റെ സഹോദരങ്ങളുണ്ടായിരിക്കും വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന, അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് കാരണം ട്രെയിനിങ്ങിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ അവരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ ഇങ്ങനെ ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മൾ സഹായം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. പിന്നീട് കണ്ടോ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ കുറച്ച് സമയം പരസ്യം കാരണമാണ്, വേറെ ഒന്നും ഉണ്ടല്ലോ. കണ്ടോ ഇൻഡെക്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഡീസൽ എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെൻസോടെയാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഇതിൽ ഓരോ ഓപ്ഷനും ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കാറ്റഗറിയിലല്ല നിന്നിരുന്നത്, ഗ്രൂപ്പിലല്ല. പിന്നെ റെഫറൻസ് ഹോണ്ടയാണ്. കണ്ട ഹോണ്ട റെഫറൻസ് ഡോക്യുമെൻറ്റ്സ്, ഹോണ്ടയുടെ റെഫറൻസ് ഡോക്യുമെൻറ്റ്സ്, ഹോണ്ട ഡ്യുവൽ മോഡ്
ചാർജിങ് സിസ്റ്റംസ്, അതിനെക്കുറിച്ചുള്ള ഒരുപാട് PDFs ഉണ്ട്. അതും നമുക്ക് വേണ്ടപ്പെട്ട അറിവ് തന്നെയാണ്. ടൊയോട്ടേൻ്റെ ഉണ്ട്. അതുപോലെ ഓഡി വോൾസ്വാഗൻ ട്രെയിനിങ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട കാര്യം. ഇത് കണ്ട് ക്ലിക്ക് ചെയ്യണം. കണ്ട ഓഡി വോൾസ്വാഗൻ സെൽഫ് സ്റ്റഡി ഡോക്യുമെൻറ്റ്സ് ആണ്. നമുക്ക് സ്വയം പഠിച്ചെടുക്കാൻ കഴിയുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾ നോക്കിക്കൂടെ. സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷൻ, ഓഡി സെറാമിക് ബ്രേക്സ്. നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ ഇടവിട്ടേ വായിക്കുന്നുള്ളൂ കേട്ടോ. ക്യാമ്പസ് ഡാറ്റ ട്രാൻസ്മിഷൻസിനെ കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. OBD ടു ഇംഗ്ലീഷ്, പാർക്ക് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ, വോൾസ്വാഗൻ കണ്ടില്ല. ഇലക്ട്രോ മെക്കാനിക്കൽ പാർക്കിംഗ് ബ്രേക്ക്. ഞാൻ ഒരു ഉദാഹരണത്തിന് ഇലക്ട്രോ മെക്കാനിക്കൽ പാർക്കിംഗ് ബ്രേക്ക് എന്താണെന്ന് നമുക്ക് അറിയുന്ന ആളുകളുണ്ടായിരിക്കും, അറിയാത്ത ആളുകളുണ്ടായിരിക്കും. ഈ ആപ്ലിക്കേഷൻ മുന്നേ ഉപയോഗിച്ച ആളുകളുണ്ടായിരിക്കും, ഉപയോഗിക്കാത്ത ആളുകളുണ്ടായിരിക്കും. ഉപയോഗിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഈ ഇലക്ട്രോ മെക്കാനിക്കൽ പാർക്കിംഗ് ബ്രേക്ക് തന്നെ കണ്ടില്ല. സോറി, അത് വേറൊരു ഇതാട്ടോ തുറന്നു വരുന്നത്. ഇത് കുറച്ച് മുന്നേ നമ്മൾ ഏതെങ്കിലും PDF ഇതുവഴി ഓപ്പൺ ആക്കിയിട്ടുണ്ട്, പിന്നെ ക്ലോസ് ചെയ്യാതിരിക്കാണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിൽ ഒരുപാട് ഫാൾട്ട് നമ്മളടുത്ത് തന്നെ വരുന്നത്. അപ്പോൾ വോൾസ്വാഗൻ ഡീസൽ സ്ലൈഡിങ് റൂഫ് കണ്ട ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്ററിന് എടുക്കുമ്പോൾ സ്ലൈഡിങ് റൂഫാണ് വരുന്നത്. അത് ആപ്ലിക്കേഷൻ്റെ പോരായ്മയാണോ എന്ന് വെച്ചാൽ അല്ല. സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് PDF എടുത്ത് വായിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ വരുന്നതാണ്. നമുക്ക് സൗകര്യം പോലെ സാവധാനം അത് എടുക്കാൻ സാധിക്കും. ഇലക്ട്രോണിക് മാനുവൽ ഗിയർ ബോക്സ് കണ്ട ഇത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഓപ്പണായി വന്നിട്ടുണ്ട്. വോൾസ്വാഗൻ്റെ ഇലക്ട്രോണിക് മാനുവൽ ഗിയർ ബോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണിത്. നല്ല രീതിയിൽ തന്നെ എല്ലാ തരത്തിലുള്ള ഡയഗ്രാമുകളോടുകൂടി വിശദീകരിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങളെ സമയം വിലപ്പെട്ടതാണ്. പിന്നെ നമുക്ക് അടുത്തേക്ക് പോകാണ്ടെങ്കിൽ മസ്ഡ ട്രെയിനിങ് ഉണ്ട്, ടൊയോട്ടയുടെ ട്രെയിനിങ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ECU പിന്നൗട്ട് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കേട്ടാ ബോഷ്, ഡെൻസോ, അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർലാൻഡ് ഒക്കെ ECUയുടെ പിന്നൗട്ടുകൾ നമുക്ക് കിട്ടും. നമുക്ക് ഡെൽഫി എടുത്ത് നോക്കാണ്ടെങ്കിൽ തന്നെ കണ്ടില്ല, ഡെൽഫി ഫോർഡിന് വേണ്ടിയിട്ടുള്ള, ഇസൂസിന് വേണ്ടിയിട്ടുള്ള, സാങ്യോങ്ങിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് മേഴ്സഡസ് ബെൻസിൻ്റെ കണ്ട. കുറച്ച് മുന്നേ നമ്മൾ മറ്റേ വോൾസ്വാഗൻ്റെ ഇലക്ട്രോ മെക്കാനിക്കൽ പാർക്കിംഗ് ബ്രേക്ക് അത് നമ്മൾ ഓപ്പൺ ആക്കിയിരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇവാപ്പ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ളതാണ് വന്നിരുന്നത്. ഇപ്പോഴാണ് അത് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ നിങ്ങൾക്കും എനിക്കൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാൻ ശ്രമിക്കാമെന്ന്. വേറെ ഒന്നും ഉണ്ടല്ല. ഏതായാലും ഈ വഴിക്ക് പോകുമല്ലോ, നമുക്ക് ഈ ബ്രേക്കിനെ കുറിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലല്ലോ. കണ്ടില്ലേ, ഇതാണ് വോൾസ്വാഗൻ്റെ ഇലക്ട്രോ മെക്കാനിക്കൽ ബ്രേക്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ട ഹൈപ്പ ഡയഗ്രാംസൊക്കെ നോക്കി നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. കണ്ട നമ്മുടെ ആ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണത്. അത് പണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ലെന്ന്. തുടക്കത്തിൽ ഇത് ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരുമ്പോൾ നമുക്കും ഐഡിയ മനസ്സിലായിട്ടില്ലെന്ന്. പിന്നെയാണ് നമുക്കിതൊക്കെ ഏറെക്കുറെ ഐഡിയ കിട്ടി തുടങ്ങിയത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയൊക്കെയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങളെ ചാനൽ ഇഷ്ടപ്പെടാണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചാനൽ തുടരാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അതെ, നമ്മൾ ECUയുടെ പിന്നൗട്ട് വരെ പറഞ്ഞു നിർത്തി. മെഴ്സഡസ് ബെൻസിൻ്റെ ECUൻ്റെ പിന്നൗട്ട് കണ്ടില്ലേ, VCC, ഗ്രൗണ്ട്, പവർ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ടിങ് പിന്നെ അതാന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ ഈ ECU, ECM, PCM ഒക്കെ റിപ്പയർ ചെയ്യുന്നവർക്കും ബൂട്ട് ചെയ്യുന്നവർക്കും പ്രോഗ്രാം ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടൊരു ആപ്ലിക്കേഷനാണിത്. ചില ECUവിൻ്റെ നമുക്കറിയാം, ചില ECUവിൻ്റെ പിന്നോട്ട് നമുക്ക് കിട്ടൂല. നമ്മൾ പല രാജ്യങ്ങളിലേക്കൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അധോലോക ഇടപാടുകളൊക്കെ നടത്തുന്നതായിരിക്കാണ് പിന്നോട്ടുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുക. ചില ആൾക്കാരോട് പറഞ്ഞാൽ ഭയങ്കര ചില ആളുകളോട് ചോദിച്ചാൽ ഡിമാൻഡും പിടിക്കും. അപ്പോൾ നമ്മുടെ കമ്പനിക്കാരോട് മാത്രമേ നമുക്ക് ചോദിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങളൊന്ന് തിരഞ്ഞു വെക്കുക ECUയുടെ പിന്നൗട്ടിന് വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷൊന്നും അധികം വായിക്കാൻ അറിയാത്ത ആളുകൾ വിഷമിക്കേണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ടൊരു വീഡിയോൻ്റെ ചിഹ്നം ഉണ്ടായിരിക്കും. കണ്ടോ, ഞാൻ മാർക്ക് ചെയ്തില്ലേ, ആ വീഡിയോയുടെ ചിഹ്നം നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ബ്രേക്ക് സിസ്റ്റം കോമ്പിനേഷൻ ടെക്നോളജി വീഡിയോസ് കണ്ടോ, ഒരുപാട് വരുന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ABS, ബ്രേക്ക് ബൂസ്റ്റർ ആൻഡ് മാസ്റ്റർ സിലിണ്ടർ.
നമ്മളിപ്പോൾ ABS ആണ് ക്ലിക്ക് ചെയ്തിട്ടോ, കണ്ട എന്നാൽ എന്താ യൂട്യൂബിൽ വീഡിയോ. ഒരു സിലബസ് പോലെ തന്നെ നമുക്ക് ഇത് യൂട്യൂബിൽ വീഡിയോ കണ്ടാണ്ട് പഠിച്ച് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഈ ഒരു മേഖലയിൽ അറിവ് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു എൻ്റെ ടെക്നീഷ്യൻ സുഹൃത്തുക്കൾ, അതുപോലെ എൻ്റെ ടെക്നീഷ്യൻ ആശാമാരിൻ്റെ ടെക്നീഷ്യൻ സഹോദരങ്ങൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാലുണ്ടെങ്കിൽ അത് നമുക്കും ഒരു ഉപകാരപ്രദമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ എന്ന് ഉപയോഗിക്കുന്ന ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണില്ല, നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, ഈ ആപ്ലിക്കേഷൻ കണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ പൈസ കൊടുത്തിട്ടല്ല ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. നെറ്റ് വേണം, ഡാറ്റ ഓൺ ചെയ്താലേ ഇത് വരുള്ളൂ. അപ്പോൾ എന്നാൽ വിട്ടോളി. സംഭവം നമ്മൾ ഈ ആപ്പിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. ഈ ആപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കണ്ട ഇത് കാണാൻ സാധിക്കും, കാർമിൻ STD, CARMIN STD. ഓക്കെ, ഇനിയിപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പേരടിച്ചിട്ട് നിങ്ങൾ ആൾ മാറിയിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. സംഭവം ഇവനാണ് ആൾ, കണ്ടോളി, ആൾ മാറിപ്പോവരുത് കേട്ടോ, ഇയാളാണ് ആൾ. അപ്പോൾ ഇന്നലെ ഇപ്പം തന്നെ പോയി ഇൻസ്റ്റാൾ ചെയ്തോളി. ഇങ്ങോട്ട് ഒഴിവുള്ളപ്പോഴൊക്കെ ഇരുന്ന് വായിക്കുക, പഠിക്കുക, നല്ല രീതിയിൽ തന്നെ മുന്നേറുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.